അമ്മയും അമ്മാവന്മാരുമെല്ലാം അനിയനെ വിട്ടുതരാൻ അച്ഛനോട് കേണപേക്ഷിച്ചു. അച്ഛൻ വിട്ടുതന്നില്ല. അന്നകന്ന് ഞാനും എന്റെ അനിയനും പിന്നീട് ഒരിക്കലും കണ്ടുമുട്ടിയിട്ടില്ല. അച്ഛനതിന് സമ്മതിച്ചില്ല. അച്ഛനറിയാതെ ആദ്യമൊക്കെ അവൻ കത്തുകൾ അയക്കുമായിരുന്നു. എല്ലാ കത്തുകളിലും അവൻ അനുഭവിക്കുന്ന വേദനകളുടെ കഥകൾ. മനുഷ്യരെയും എന്തിന് ഈ ലോകത്തെ തന്നെ വെറുക്കാൻ തുടങ്ങി. ഒടുവിൽ അവൻ കത്തുകളെ എഴുതാതെയായി. എന്നിട്ട് അമ്മ മരിച്ചു. കാണാനവും വന്നില്ല. അച്ഛനയച്ചില്ല. വല്ലാത്തൊരു മനുഷ്യൻ. 2 വർഷം മുമ്പ് അച്ഛനും മരിച്ചുപോയി. അനിയനെ കൊണ്ടുവരുന്നതിൽ എതിർക്കാൻ ഇനി ആരുമില്ലല്ലോ. ഞാൻ അച്ഛന്റെ വീട്ടിലേക്ക് പോയി. So sweet of you. വിവാഹം കഴിച്ചില്ലെങ്കിൽ എന്താ? ഇത് നിന്റെ വീടല്ലേ? കുറച്ചുകൂടി കാക്കൂ. അയാൾ മരിച്ചിട്ട് 1 മാസമല്ലേ ആയിട്ടുള്ളൂ. ആരാ? ഇപ്പൊ പറഞ്ഞില്ലേ, അയാളുടെ മകൾ. നിന്നെ ആരിങ്ങോട്ട് ക്ഷണിച്ചു? ക്ഷണിക്കേണ്ട ആവശ്യമില്ല. ഇതെന്റെ അച്ഛന്റെ വീടാണ്. അത് പണ്ട്. ഇപ്പോൾ ഇതെന്റെ വീടാണ്. രാജു എവിടെ? ഏത് രാജു? എന്റെ അനിയൻ രാജു. അവനിവിടെ വിട്ടിട്ട് വർഷങ്ങളായി. എന്നിട്ട് എന്തുകൊണ്ട് അറിയിച്ചില്ല? മരിച്ചുപോയി നിന്റെ അച്ഛനോട് ചോദിക്കരുത്. യു ബ്ലഡി ബിച്ച്. അവന് നീ? ഞാനൊന്നും ചെയ്തില്ല. കള്ളം കുടിച്ച് കഞ്ചാവ് അടിച്ചു നടന്ന ആ വൃത്തികെട്ട ചെക്കൻ ഞാൻ അടിച്ചിറക്കും മുമ്പേ ഇവിടുന്ന് പോയി. അവനെവിടെ പോയിരിക്കും? അവനെവിടെ പോയിരിക്കും? തെണ്ടിപ്പട്ടികൾ കിടന്ന് ചാവുന്ന പോലെ പല തെരുവിലും കിടന്ന് ചത്തിരിക്കും. തോട്ടികൾ കുപ്പവണ്ടിയിൽ കൊണ്ടുപോയി കുളിച്ചിട്ടിരിക്കും. ആരടി തെണ്ടിപ്പട്ടി? തെണ്ടിപ്പട്ടി നീയാണ്. ഒരു കുടുംബം തകർത്ത് തെണ്ടിപ്പട്ടി നീയല്ലേ? അന്ന് തൊട്ട് രാജുവിനെ അന്വേഷിച്ചല്ലാത്ത സ്ഥലങ്ങളില്ല. അവനൊരു ഡ്രഗ് അഡിക്റ്റായി മാറിയത്രേ. ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് അവൻ ഈ കാഠ്മണ്ഡുവിലുണ്ടെന്നാണ്. അങ്ങനെ ഞാൻ ഇവിടെ എത്തി. ഫോട്ടോ വല്ലതുമുണ്ടോ? നോക്കട്ടെ. ഈ ഫോട്ടോ വെച്ച് എവിടെ ചെന്ന് അന്വേഷിക്കാനാ? ആളിപ്പം പല പോലെ വളർന്നുണ്ടാവും. 1 വർഷം മുമ്പ് നേപ്പാളിലെ ഏതൊരു ഹോട്ടൽ മാനേജർ അവനിവിടെ കൂട്ടിക്കൊണ്ട് വന്നതായി എനിക്ക് അറിവ് കിട്ടി. ഞാൻ ജോലി ചെയ്യുന്ന ഹോട്ടൽ അന്ന് കണ്ടില്ലേ? ആ ഗ്രൂപ്പിൽ മിക്കവാറും മലയാളികളാണ്. അതിൽ രാജു എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? രാജു എന്ന പേരിൽ ആരുമില്ല. പ്രേമാനന്ദുണ്ട്, അനിലുണ്ട്, കുമാർ, രവി, ജോസഫ്. അതിൽ കന്നഡ വെച്ചവർ? രവി ഒഴിച്ച് ബാക്കി എല്ലാവരും കന്നഡ വെച്ചവരാണ്. Wonderful. What do you want? I am Deepthi. Nice name. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. Of course, you may.
യു ആർ മിസ്റ്റർ Formalities like Vishwas. You can just call me Kumar. കുമാർ. Yeah? കുമാറിന്റെ ശരിയായ പേരെന്താ? എന്നെ എല്ലാവരും അങ്ങനെയാണ് വിളിക്കുന്നത്. അമ്മ പേര് വിളിച്ചിട്ടില്ല, അച്ഛനില്ലാത്തൊരു ഇഷ്ടമില്ല. Then ചേച്ചി എന്ത് വിളിച്ചിരുന്നു ഓർമ്മയുണ്ടോ? ചേച്ചി അതിനുള്ള യാതൊരു ബന്ധവും എന്റെ ജീവിതത്തിൽ. I'm a free bird. You know something? You are beautiful girl. Tell me you love me. Hey, take it easy. Take it easy. Oh. It's okay. ആയിരത്തോളം വർഷങ്ങൾ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് സഫലമാകുമെന്നാണ് ഇവിടുത്തെ വിശ്വാസം. എങ്കിൽ ഞാനും പ്രാർത്ഥിക്കട്ടെ, എന്റെ അനിയനെ എനിക്ക് കാണിച്ചു തരാൻ. വരൂ, പോവാം. Excuse me. ഞാനൊന്ന് ചോദിച്ചോട്ടെ? പ്രേമാനന്ദല്ലേ? അതെ. നാടേതാ? കാലിക്കറ്റ്. കാലിക്കറ്റിൽ നടക്കാവ്. ഈശ്വര, നടക്കാവോ? പേര്? കളിയാക്കുകയാണ്. അല്ല, നിങ്ങളുടെ ഒറിജിനൽ പേര്? നല്ല ഓർമ്മയില്ല. രാജു? രാജു, നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടായിരുന്ന ഓർമ്മയുണ്ടോ? ഒന്നു. ബാക്കി എവിടെ പോയി? ഇനി 6 ചേച്ചിമാരുണ്ട്. ലക്ഷ്മി ചേച്ചി, പൊന്നമ്മ ചേച്ചി, മീന ചേച്ചി, ലളിത ചേച്ചി, രാജ ചേച്ചി, അംബിക ചേച്ചി. നിങ്ങളുടെ കൂട്ടത്തിൽ രാജു എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഐ എം സോറി ഫോർ ദ ട്രബിൾ. ഇറ്റ്സ് ഓൾ റൈറ്റ്. വിനു, എന്നെ കുറിച്ച് ദീപ്തിയുടെ അഭിപ്രായം എന്താ? നിന്നെ പറ്റി ഞാൻ സംസാരിക്കുന്നതെല്ലാം അവൾ രസിച്ച് കേൾക്കാറുണ്ട്. എന്നെ പറ്റി എന്താ അഭിപ്രായം? നിന്നെ എന്നെ പറ്റി ഞാൻ സംസാരിക്കാറില്ല. അതിന്റെ ആവശ്യമില്ലല്ലോ. വിനു, ദീപ്തി അവളുടെ അനിയനെ കണ്ടുമുട്ടിയ ചിലപ്പോൾ മടങ്ങിപ്പോയെന്ന് വരും. അതിനു മുമ്പ് അവളുടെ മുമ്പ് എന്റെ മനസ്സ് ഓർന്ന് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ എന്റെ അഭിപ്രായം? ദാറ്റ്സ് ഗുഡ്. നീ എന്ത് പറയുന്നു? നാളെ തന്നെ സംസാരിക്കണം. ബെസ്റ്റ് ഓഫ് ലക്ക്. മിനിറ്റ് വെയിറ്റ് ചെയ്യണം. പെട്രോൾ അടിച്ചിട്ട് ഉടനെ വന്നേക്കാം. ഓക്കെ? ഓക്കെ. ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിട്ട് വരാം. ഓക്കെ. വലിയൊരു കുക്കായിട്ട് ഒരു ദിവസം പോലും ഭക്ഷണത്തിന് എന്നെ ക്ഷണിച്ചില്ല. ക്ഷണിക്കാനാണ് ഞാൻ വന്നത്. ഇന്ന് രാത്രി ഭക്ഷണം അവിടെ ആകാം. താങ്ക് യു. നേപ്പാൾ ദീപ്തിക്ക് ഇഷ്ടപ്പെട്ടോ? പെർമനന്റായി ഇവിടെ സെറ്റിൽ ചെയ്യാൻ ദീപ്തിക്ക് ഇഷ്ടമായിരിക്കോ? അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. ഒന്ന് ചിന്തിച്ചൂടെ? എന്തിന്? മനസ്സിൽ അറിയാതൊരു മോഹം വന്നുപോയി. ശരിയോ തെറ്റോ എന്ന് എനിക്കറിയില്ല.
ആരോടും തോന്നാത്തൊരടുപ്പം എയർപോർട്ടിൽ വെച്ച് കണ്ട നിമിഷം മുതൽ എനിക്ക് ദീപ്തിയോട് തോന്നിപ്പോയി. ഞാൻ ധനികനല്ല. എന്റെ ധനം എന്റെ മനസ്സ് മാത്രമാണ്. നിറയെ സ്നേഹം തരാൻ എനിക്ക് സാധിക്കും. ദീപ്തിയെ ഞാൻ സ്നേഹിക്കുന്നു. ഐ എം സോറി. ഇത് ഞാൻ പ്രതീക്ഷിച്ചല്ല. ഞാൻ വേദനിപ്പിക്കുന്നുവെങ്കിൽ എനിക്ക് മാപ്പ് തരൂ. കിഷോർ ആഗ്രഹിക്കുന്ന സ്നേഹബന്ധം എനിക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. കിഷോർ എവിടെ? കിഷോർ പോയി. എങ്ങോട്ട്? അറിയില്ല. ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തിരിക്കുന്നു. എനിക്ക് നല്ല സുഖമില്ല. നീ മഹാമടിയനപ്പോ. അനിലിന്റെ യഥാർത്ഥ പേര് അനിലൻ തന്നെയാണോ? മറുപടി പറയാമല്ലേ? അനിൽ, പ്ലീസ്. Are you not listening to me? Please. Are you not listening to me? പറയൂ. I am Deepthi. എന്തിന് അനിലിനെ ഉപദ്രവിക്കണം? പോണം. Please don't disturb us. അനിൽ, അയ്യോ പ്ലീസ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. നോ. ഇവൻ ആരുടെ ഇവൻ? മജിനോ മുമ്പ് വെച്ച എപ്പുണ്ടോ? ഒന്നും മിണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരിക്കുന്നത്? കിഷോർ ഇസ് എ ലവ്, ഷീസ് എ നോ ലവ്. അതായത് ഞാൻ പറയുന്നു, മനസ്സിലുണ്ടോ? ഓ, മനസ്സിലായി. ഒന്ന് നിർത്തിയാ മതി. നീ ഇത്ര വിഷമിക്കാനുള്ള കാര്യമൊന്നുമില്ല. ദീപ്തി വന്നിരിക്കുന്നത് അവളുടെ അനിയനെ തേടിയാണ്. അതിനിടയ്ക്ക് നിന്നെ കുറിച്ച് ആലോചിക്കാനുള്ള സമയം പോലും അവൾക്ക് കിട്ടിക്കാണില്ല. എന്നാന്ന് പറഞ്ഞ ആടന്മാരെല്ലാം പ്രേമിക്കാൻ പോയാൽ ഇങ്ങനെ ഇരിക്കും. നീ എന്റെ വല്ല വാങ്ങി കേട്ടോ. പെട്ടെന്ന് കയറി നീ അവളെ പ്രേമിക്കുന്നു പറഞ്ഞപ്പോ അവൾ അപ്സെറ്റ് ആയി കാണും. അവള് തന്നെ മനസ്സുമാറി നിന്റെ പുറകെ വരും. വന്നില്ലെങ്കിൽ നമുക്ക് വരുത്താടാ. ആ കാര്യം ഞാൻ എന്റെ മനസ്സിന്റെ താളം ആകെ തെറ്റിയിരിക്കുകയാണ്. ഡ്രം അടിക്കുമ്പോൾ താളം തെറ്റിക്കണ്ട, അവരെ പിടിച്ച് വെളിയിൽ തള്ളും. ഒന്നും മിണ്ടാതിരിക്കാൻ തരാ. ദീപ്തിയെ ഒരു നോക്ക് കാണാൻ മനസ്സ് കിടന്ന് പെടയുന്നു. ഇത് ഇത്ര വലിയ കാര്യമാണ്. നേരെ അവള് താമസിക്കുന്ന ഹോട്ടലിലേക്ക് പോവുക, കാണുക, സംസാരിക്കുക, തീർന്നു. അത് വേണ്ട വിനോദ്, ഒരു കാര്യം ചെയ്യും. ദീപ്തിയെ ഡിസ്കോ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഒരു പുതിയ മാതൃകയുള്ള പരിപാടി ഞങ്ങൾ അരങ്ങേറുന്നുണ്ട്. എന്ത് പരിപാടി? ഒരേ സമയത്ത് 2 ഗ്രൂപ്പുകൾ വെവ്വേറെ ഗാനങ്ങൾ പാടുന്നു. രാഗങ്ങൾ വ്യത്യാസപ്പെട്ടതാണ്, പക്ഷെ താളം ഒന്ന്. സംഗീത സംവിധാനത്തിൽ ഒരു പുതിയ പരീക്ഷണമാണിത്. എനിക്ക് മനസ്സിലായി. പറഞ്ഞാൽ മനസ്സിലാവില്ല, വന്ന് കേക്ക്. തെന്നിന്ത്യയിൽ നിന്ന് വന്ന ഒരു സുപ്രസിദ്ധ നർത്തകി ഫ്ലോർ നൃത്തവും ചെയ്യുന്നുണ്ട്. Hey, you guys, we're going to play you something that's really going to freak you out. It's a kind of canticle that means 2 songs
interwoven into one in perfect harmony. Love and music have no language. So this song is in Malayalam, a regional language of India. So get ready, you guys. We're going to blow your minds right into orbit. Ladies and gentlemen, presenting to you the one and only unforgettable Seema, queen of the discotheque, all the way from India.
രാജു വിനോദ് അതെന്ത് രാജുവാണ്? രാജു രാജു ഹി ഈസ് നോട്ട് യുവർ രാജു, ഹി ഈസ് മൈ അനിൽ. ഗെറ്റ് അവേ ഫ്രം ഹിയർ. വരൂ, പിന്നീട് സംസാരിക്കാം. വരൂ. Who is she? I don't know.